വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഒരു കിടിലൻ ചാലഞ്ച് Among Us in real life അഥവാ Ghost Among Us challenge. ഗയ്സ്, ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ചാലഞ്ച് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ഗെയിം ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഇതുവരെ നമ്മൾ ചെയ്യാത്ത നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് ഞങ്ങൾ 3 പേരും കൂടിയല്ല, ഞങ്ങൾ 4 പേരും കൂടിയാണ് ഗയ്സ് ഈ ഗെയിം ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും Among Us എന്നുള്ള ആ ഒരു ഗെയിം എല്ലാവർക്കും അറിയണ്ടാവും. അഥവാ അറിയാത്തവർക്ക് നമ്മൾ ഒന്നുകൂടി പറഞ്ഞുതരാം. Among Us എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ 4 പേരാണ് ഉള്ളത്. ആ 4 പേരുടെ ഇടയിൽ ഒരു കില്ലർ ഉണ്ടാവും. ആ കില്ലറിന് പറയുന്ന പേരാണ് ഇമ്പോസ്റ്റർ. ഈ ബാക്കി 3 പേരെ പറയുന്ന പേരാണ് ക്രൂമേറ്റ്സ്. അപ്പൊ ഈ ഇമ്പോസ്റ്ററിന്റെ ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ക്രൂ മെമ്പേഴ്സിലെ ഒരാളെ ആരും അറിയാതെ ഒരു സംശയം തോന്നാതെ കൊല്ലുക എന്നുള്ളതാണ്. ഈ ക്രൂമേറ്റ്സിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ നമ്മൾ 4 പേർക്കും ഓരോരോ ജോലി വീതം ഇവിടെയുള്ള ഈ ബൗളിൽ നിന്ന് കൊടുത്തിട്ടുണ്ടാവും. ആ ജോലി കൃത്യമായിട്ട് അവർ കൊല്ലപ്പെടാതെ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ് ഈ ക്രൂമേറ്റ്സിന്റെ ജോലി. പ്ലസ് അതിന്റെ കൂടെ തന്നെ കൂട്ടത്തിലുള്ള ആ ഒരു കില്ലർ, ആ ഒരു ഇമ്പോസ്റ്റർ ആരാന്നുള്ളത് തെരഞ്ഞു പിടിക്കുക എന്നുള്ളതും കൂടിയാണ് ക്രൂമേറ്റ്സിന്റെ ജോലിയായിട്ട് വരുന്നത്. പിന്നെ ഗയ്സ്, ഈ കാണുന്നതാണ് നമ്മുടെ മീറ്റിംഗ് ഏരിയ. ഈ മീറ്റിംഗ് ഏരിയയുടെ ആവശ്യകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇമ്പോസ്റ്റർ ഒരാളെ കൊന്നിട്ട് ആ ഡെഡ് ബോഡി ക്രൂമേറ്റ്സ് കാണാണെന്നുണ്ടെങ്കിൽ നേരെ ഈ മീറ്റിംഗ് ഏരിയയിൽ എത്തിയിട്ട് ഇവിടെ ഒരു ബസർ കാണുന്നില്ലേ, ഈ ബസർ ഇവിടെ വന്ന് അടിച്ചതിന് ശേഷം എല്ലാ ക്രൂ മെമ്പേഴ്സും ഇവിടെ വന്നിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവരും ഇവിടെ ഗ്യാദർ ചെയ്ത് കഴിഞ്ഞാല് അപ്പം വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് സസ്പീഷ്യസ് ആയിട്ട് ആരെയാണോ ഇമ്പോസ്റ്റർ ആയിട്ട് തോന്നുന്നത് അവർക്കെതിരെ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും. അഥവാ നമ്മൾ വോട്ട് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഇമ്പോസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഇമ്പോസ്റ്റർ തോൽക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ക്രൂമേറ്റ്സ് ആയിരിക്കും തോൽക്കുക. ഈ ഇമ്പോസ്റ്റർ എങ്ങനെ ആളെ കൊല്ലാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ടേപ്പ് കണ്ടോ, ഇത് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. അപ്പൊ ഇമ്പോസ്റ്റർ ആയിട്ടുള്ള ആള് ഈ ടേപ്പിന്ന് ഒരു പീസ് എടുത്തിട്ട് നേരെ പോയിട്ട് കൊല്ലേണ്ട ആളെ മേലൊട്ടിക്കുക. അങ്ങനെയാണ് ഇമ്പോസ്റ്റർ കൊല്ല. വൺസ് ഡെഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കണം. നമുക്ക് സംസാരിക്കാനോ വർത്താനോ പറയാനോ ഒരു ശബ്ദം ഉണ്ടാക്കാനോ ഒന്നിനും പാടില്ല. നമ്മൾ ഇനി മീറ്റിംഗ് കൂടുന്ന സമയത്ത് ആരാണോ ഡെഡ് ആയിട്ടുള്ളത് അയാൾക്ക് ഈ ഡ്രസ്സും ഇട്ടിട്ട് ഇവിടെ പാറി പറന്ന് നടക്കാം. ആരാണ് കൊന്നത് എന്നുള്ളത് പറയാൻ പാടില്ല. അതല്ലാത്ത വർത്താനങ്ങൾ വേണമെങ്കിൽ ഗോസ്റ്റിന് പറയാൻ പറ്റും. പക്ഷെ ഗെയിം കളിക്കുന്നതിനിടയിൽ നമുക്കും വർത്താനം പറയാൻ പാടില്ല. ആരാ എന്നെ കൊന്നെന്നുള്ളത് ഗോസ്റ്റിനും പറയാൻ പാടില്ല. അതെ, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഗൈസ്. അപ്പൊ തുടങ്ങിയാലോ? എല്ലാരും റെഡി അല്ലേ? ആയുധം പിടിച്ചോളൂ. ഞാൻ പ്ലെയർ വൈറ്റ് ആണ് ഗൈസ്. വൈറ്റ് പ്ലെയർ ഗ്രീൻ ആണ് ഗൈസ്. ഞാൻ പ്ലെയർ ബ്ലൂ ആണ് ഗൈസ്. ഞാൻ പ്ലെയർ ബ്ലാക്ക് ആണ് ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് ഇമ്പോസ്റ്റർ ആരാണ് ക്രൂമേറ്റ്സ് എന്നുള്ളത് നമ്മൾ ലോട്ട് ഇട്ടിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരും ക്രൂമേറ്റ് ആണോ ഇമ്പോസ്റ്റർ ആണോ എന്നുള്ളത്. പക്ഷെ ഞങ്ങൾ തമ്മിൽ അറിയണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യാം. 4 ലോട്ടാട്ടോ. സാധാ ലോട്ടെടുക്കുന്ന പോലെ ബുദ്ധിമുട്ടാണല്ലോ. ഇങ്ങനത്തെ ഒരു ഫീലില്ലേ? എവിടെ ഇരിക്കത്തില്ലോ. നോക്കല്ലേ ആരും ഇത് അങ്ങോട്ടും കൊണ്ട് നോക്കണ്ട. ഞാൻ ഇതാണ് ഗൈസ്. ഞാൻ ഇതാണ് ഗൈസ്. ഓക്കെ, ഇനി ഓരോരുത്തർക്കുള്ള വർക്ക് നോക്കുക. അവർക്ക് ഓരോ ജോലി ഉണ്ടാവും. ഇതിന് കില്ലറിന് ജോലി ഉണ്ടാവും. പക്ഷെ കില്ലർ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. കില്ലറിന്റെ കില്ലിംഗ് വർക്ക് കംപ്ലീറ്റ് കില്ലർക്ക് കില്ലിംഗ് ആണ് മെയിൻ വർക്ക്. അതല്ലാത്തവര് ചിലപ്പോൾ ഫണ്ടി ആയിട്ടുള്ള ടാസ്ക് ഉണ്ടാവും, സീരിയസ് ആയിട്ടുള്ള ടാസ്കുകൾ നമ്മൾ ഇവർക്ക് കാണിച്ചു കൊടുക്കും. ടാസ്കുകളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യില്ല. ഈ ചെയ്യാനുള്ള വർക്ക് അതും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യില്ല. കാര്യം ഷെയർ ചെയ്താൽ ആരാ കില്ലർ എന്നുള്ള പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. എല്ലാരും തിരിഞ്ഞോളൂ. ഇന്റെ ടാസ്ക് ഇതാണ് ഗൈസ്. ഇത് വളരെ കിടലനായിട്ടുള്ള ഒരു ടാസ്ക്കാണ് ഗൈസ്. ഇത് ഞാനിവിടെ എഴുതാം. ഇന്റത് ഇതാണ് ഗൈസ്. ഇത് നേരെ റിവേർട്ട് ചെയ്ത് കാണിച്ചാറുണ്ട്. നല്ല രസമുള്ളൊരു ടാസ്ക്കാണ് ഗൈസ്. എനിക്ക് വളരെ തൃപ്തിയായിട്ടുള്ള ഒരു ടാസ്ക്കാണ് ഗൈസ്. എന്താ എപ്പൊ ഞാൻ ഇത് ചെയ്ത് തീരുന്ന അറിയില്ല. കിട്ടിയിട്ടുള്ളത് ഇനി ഞങ്ങൾ മിണ്ടില്ല. ഞങ്ങള് ഞങ്ങള് സ്വന്തം ഫോൺ ക്യാമറയിലൂടെ നിങ്ങൾക്ക് ഞങ്ങളെ കാണാവുന്നതാണ്. ഞാൻ എന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എനിക്ക് വർക്ക് ചെയ്ത് തീർക്കണം. അതാണ് എന്റെ ടാസ്ക് എന്ന് പറയുന്നത്.
എനിക്ക് തന്ന ടാസ്ക് എന്നെ കൊണ്ട് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല. എനിക്ക് തോന്നുന്നത് അഞ്ചിയോ ശ്രീയോ ആണ് ഇമ്പോസ്റ്റർ. എൻ്റെ ഒരു ഗസ് അങ്ങനെയാണ് തോന്നുന്നത്. ഞാനിപ്പോൾ പോൾക്കാട് വെച്ച് എണ്ണുന്ന പോലെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്രയും പോൾക്കാട് വെച്ച് എന്നെ കൊണ്ട് എന്തായാലും എണ്ണി തീർക്കാൻ പറ്റില്ല. ഞാൻ ആരെങ്കിലും ബസറടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതാകുമ്പോൾ നമുക്ക് അവിടെ മീറ്റിംഗ് റൂമിൽ എല്ലാവർക്കും കൂടി ഗ്യാദർ ചെയ്യാം. അപ്പോൾ ഞാൻ അതുവരെ പോൾക്കാട് വെച്ച് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഷാമിനെ കാണുന്നില്ല ഗൈസ്, പോയി നോക്കേണ്ടി വരും. ഡെഡ് ബോഡി ഗൈസ്, ഡെഡ് ബോഡി മരിച്ചു. അതാ ഇമ്പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. ഡെഡ് ബോഡി ഫൗണ്ട്. ഡെഡ് ബോഡി ഫൗണ്ട് ചെയ്തു. ടൈം ഫോർ മീറ്റിംഗ് ഗൈസ്. Yes, time for meeting. ഡെഡ് ബോഡി ഫൗണ്ട്. Shami is a ghost now. ഓക്കെ ഗൈസ്, തലക്ക് 8% മരണകാരണം. തലയ്ക്ക് മാത്രമല്ല തോണില്ലേ. ഗൈസ്, ടൈം ഫോർ മീറ്റിംഗ്. നമ്മുടെ കൂട്ടത്തിൽ ഇതേ ഒരു ഗോസ്റ്റ് എത്തിയിരിക്കുകയാണ്. ഞാൻ വോട്ട് ചെയ്യുന്നത്, എനിക്ക് ഇമ്പോസ്റ്റർ ആയിട്ട് തോന്നിയത് അഞ്ജനെയാണ്. എനിക്ക് ഇമ്പോസ്റ്റർ ആയിട്ട് തോന്നിയ അഞ്ചിനാണ് ഗൈസ്. കാരണം ഞാൻ കിച്ചണിലോട്ടൊക്കെ പോയ സമയത്ത് എന്റെ പിന്നിൽ ഭയങ്കര സസ്പീഷ്യസ് ആയിട്ട് നടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, എനിക്ക് തോന്നിയ സല്ലൂരിയാണ്. കാര്യം ഈ ഡെഡ് ബോഡി ഫൗണ്ട് ചെയ്ത, അതായത് ഇദ്ദേഹത്തെ കൊല്ലാനുള്ള ശ്രമത്തിന് വേണ്ടിയിട്ട് ആ റൂമിൽ തന്നെയായിരുന്നു സല്ലു ഫുൾ ടൈം ഉണ്ടായിരുന്നത്. ടാസ്ക് അങ്ങനെ ആയിരുന്നെങ്കിലും ഞാൻ സസ്പീഷ്യസ് ആയിട്ട് നോക്കി കണ്ടൊരു സാധനം അതാണ്. കാര്യം ആ റൂമിലാണ് ആ മെഴുകുതിരിയായിട്ട് വന്ന് നിന്നിട്ട് ഫുൾ ടൈം ആ മെഴുകുതിരിയായിട്ട് ആ റൂമിൽ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കൺസോളിന്റെ മുകളിൽ. അപ്പൊ അത് എനിക്കൊരു 2 വോട്ട് കിട്ടിയിരിക്കുന്നത് അഞ്ചിക്കാണ്. അതെ, എനിക്കറിയാം ഇതിൽ ആരാ ഇമ്പോസ്റ്റർ ഗൈസ്, പക്ഷെ എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, 2 വോട്ട് കിട്ടിയ അഞ്ചുനാണ്. അഞ്ചു ഇമ്പോസ്റ്റർ ആണെങ്കിൽ ഇമ്പോസ്റ്റർ ആണെന്ന് പറയാം. അഞ്ചുവിന്റെ കാർഡാണ് ഗൈസ്. 5 ഇമ്പോസ്റ്റർ ആണ് ഗൈസ്. ഒന്നും മിണ്ടാൻ പറ്റില്ലല്ലോ. എനിക്കറിയാം അഞ്ചാണെന്ന് ഡൗട്ട് ഇല്ല, പക്ഷെ എന്റെ അടുത്തേക്ക് വന്നപ്പോ ഓടാനും മിണ്ടാനും ഒന്നും പറ്റില്ല. എനിക്ക് കിട്ടിയ ടാസ്ക് 10 മെഴുകുതിരി കത്തിക്കാവൂത്. കൺസോളിൽ നിന്ന് മെഴുകുതിരി എടുക്കാൻ പറഞ്ഞപ്പോ ഞാൻ അവിടെ തന്നെ വെച്ച് കത്തിക്കേണ്ടിരുന്നു. അതല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ഇതിലൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആ കൊല്ലാൻ തന്ന രീതി എന്ന് പറയുന്നത് ഇത് ഒട്ടിക്കുക. പക്ഷെ ഈ ടേപ്പ് ഒട്ടിച്ചിട്ട് നമ്മളെ കൈ പിടിച്ച് നടക്കുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സാധനമാണ്. കാര്യം അതിങ്ങനെ വലിച്ചൊട്ടിക്കാന്നുള്ള അല്ലെങ്കിൽ കുറച്ച് നീളത്തിൽ ഒട്ടിക്കും വേണം. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് സമയം പോയത്. ആക്ച്വലി ഞാൻ പറയട്ടെ,
ഒട്ടിക്കണ്ട, ജസ്റ്റ് ആ ബ്ലാക്ക് ഇതിനെ കൊണ്ട് ടച്ച് ചെയ്താൽ തന്നെ ഡെഡ് ആയി. അതുകൊണ്ടാണ് ഗൈസ്, അല്ലെങ്കിൽ സല്ലൂനെ ഞാൻ തുടക്കത്തിൽ തന്നെ തട്ടിയാണ്. പിന്നെ ഇവർക്ക് കിട്ടിയ ടാസ്ക് കുറച്ച് സമയം കുറവായതുകൊണ്ട് വേഗം ടാസ്ക് കഴിഞ്ഞ് ഇവിടെ വന്നിരുന്നു. അപ്പൊ മീറ്റിംഗ് റൂമിൽ നമുക്ക് ഇവരെ കൊല്ലാന്നുള്ളത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എല്ലാവരും ഒത്തുകൂടി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് കൊല്ലാന്നുള്ളത് അത്രയ്ക്ക് പോസിബിൾ അല്ല. എനിക്ക് അഞ്ചി ആണോ ശ്രീ ആണോ ഇമ്പോസ്റ്റർ എന്ന് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ശ്രീ വന്നിട്ട് വെറുതെ എന്റെ സ്കെച്ചും അതും ഇതൊക്കെ എടുത്തോണ്ടവാ, അതിന് വെറുതെ കാണിക്കാണോ എന്നൊരു എനിക്ക് കിട്ടിയ ടാസ്ക് എന്താണെന്നറിയോ? അത് ഞാൻ തന്നെ എഴുതിയ ടാസ്ക് ആയി പോയി. എന്താ വെച്ചാല് ഈ വീട്ടിൽ നിന്ന് കിട്ടാവുന്നിടത്തോളം മാക്സിമം പെന്ന് കളക്ട് ചെയ്യാം. അതിന് ഫസ്റ്റ് ഞാൻ കളക്ട് ചെയ്ത് കവർ എടുക്കാൻ മാത്രം, പിന്നെ ഇതാണെങ്കിൽ വന്നപ്പോൾ ഇവിടെ അവിടെ നിൽക്കുന്നത് എന്തോ മാറ്റി ഞാൻ കഴിച്ചില്ല. ഷാമിക്ക് കൊടുത്ത ടാസ്ക് ഞാൻ എഴുതിയ ടാസ്ക് എനിക്ക് കിട്ടിയെന്ന് ആരും എഴുതിയാ? ഷാമി എഴുതിയാ? ഇനി അടുത്ത റൗണ്ടിലോട്ട് പോകാം. അപ്പൊ നമ്മളിത് അടുത്ത റൗണ്ടിന് റെഡി ആവാണ്. എടുത്തോളൂ. എല്ലാവരും കണ്ണടച്ചെടുത്താൽ മതി. കണ്ണടച്ചെടുത്തോ. ഒന്നെങ്കിലും തരുമോ? എടുത്ത് ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. ആരും വേണ്ട, എല്ലാവരും. ഓക്കെ, ഞാൻ ഇതാണ് ഗൈസ്. ഞാൻ ഇതാണ് ഗൈസ്. ഇനി നമുക്ക് എന്താ ടാസ്ക് ഉള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ, റെഡി? എടുത്തു. ഓക്കെ, ഞാനൊന്ന് എടുത്തു. എല്ലാവരും തിരിഞ്ഞോളെ. ഇതാണ് ഗൈസ് എനിക്ക് കിട്ടിയ ടാസ്ക്. എനിക്ക് കിട്ടിയ ടാസ്ക് ഇതാണ്. എനിക്ക് കിട്ടിയത് ഇതാണ്. എനിക്ക് കിട്ടിയ ടാസ്ക് ഇതാണ് ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോരുത്തർക്ക് ടാസ്ക് കിട്ടിയിരിക്കുകയാണ്. നമുക്ക് നമ്മുടേതായ ടാസ്കിലേക്ക് കടക്കാം. അതെ, എനിക്കിപ്പോൾ അഞ്ചിയാണോ കാക്കാണോ എന്നുള്ളതൊരു ഡൗട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കാക്കാണ് ഇമ്പോസ്റ്റർ എന്നുള്ളത്. ഞാനിവിടെ ബെഡ്ഷീറ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമുക്ക് നമ്മുടെ വർക്ക് തീർത്തിട്ട് നേരെ മീറ്റിംഗ് റൂമിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യാം. എൻ്റെ റൂമിലെ ബെഡ്ഷീറ്റ് ഞാനത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ,
ഡെഡ് ബോഡി ഫൗണ്ട് ഗൈസ് ഡെഡ് ബോഡി ഫൗണ്ട്. ഡെഡ് ബോഡി ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഇടയിൽ ആരോ കില്ലർ ഉണ്ട്. എന്താണെന്നറിയില്ല, ഒരാൾ മാത്രമാണ് ചത്തോണ്ടിരിക്കുന്നത്. മീറ്റിംഗ് ഉള്ള സമയമായി ഗൈസ്. ഞാൻ വോട്ട് ചെയ്യുന്നത്, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ വർക്ക് തന്നെ ആയിരുന്നു, അതുകൊണ്ട് ആരെന്ത് ചെയ്തെന്ന് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നത് ഷാമിൻ്റെ ആയിരുന്നു, പക്ഷേ ഷാമി ഡെഡായി പോയി. അഞ്ചാറ് വോട്ട് ചെയ്യുന്നത്. ഞാൻ വോട്ട് ചെയ്യുന്നത് സല്ലു. ഞാൻ വോട്ട് ചെയ്യുന്നത് സല്ലൂനാണ്. സല്ലൂന് ആരെയാ തോന്നുന്നത്? എനിക്ക് സസ്പീഷ്യസ് ആയിട്ട് തോന്നുന്നത് ശ്രീനെയാണ്. കാരണം ശ്രീന്റെ പരിസരത്ത് കുറച്ച് നേരം ചുറ്റി കറങ്ങുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ശ്രീനെ വോട്ട് ചെയ്യുന്നത്. ഇമ്പോസ്റ്റർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം. ഓക്കെ, ഞാൻ എന്റെ നിരപരാധിത്വം തെളിയിക്കണം ഗൈസ്. ഇമ്പോസ്റ്റർ വളരെ ബുദ്ധിപരമായിട്ട് വിളിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇത് ക്രൂമേറ്റ് ആണ്. സോ ഇമ്പോസ്റ്റർ ജയിച്ചു. ഞാനാണ് ഗൈസ്, ഞാനായിരുന്നു ആ കില്ലർ. പക്ഷെ അത് എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ഗൈസ്. അതറിയോ നിങ്ങൾക്ക്? ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല തീരെ. ഞാൻ വളരെ ബുദ്ധിപൂർവമായി ഓരോരുത്തരെയും നിരീക്ഷിച്ച് അങ്ങനെ നടത്തിയ ഒരു സംഭവമാണ് ഗൈസ്. പക്ഷെ എന്താ സംഭവം അറിയാം ഗൈസ്, ഞാൻ വിചാരിച്ചത് ശ്രീ എന്നെയാണ് ഇമ്പോസ്റ്റർ എന്നുള്ളത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ വിചാരം ശ്രീ കാക്കനെ കൊല്ലാൻ വേണ്ടി പോയതാന്നാ. അത് നോക്കാൻ വേണ്ടി പോയെന്ന ഞാൻ റൂമിൽ പോയപ്പോ ഇന്റെ അടുത്ത് വന്നിട്ട് മെല്ലെ സംഭവം എന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ശ്രീയാന്ന് വിചാരിക്കാൻ കാരണം എന്താ വെച്ചാല് ഞാൻ എഴുതി വെച്ച ഒരു ടാസ്ക് ആണ് ശ്രീ ചെയ്തോണ്ട് നടന്നത്. അതായത് ഈ വീട്ടിലത്തെ മൊത്തം സ്വിച്ച് എണ്ണുള്ളത് ഞാൻ ടാസ്ക് ആയിട്ട് കൊടുത്തതായിരുന്നു. ഈ സെയിം സാധനം ഞാനും എഴുതിയുണ്ട്. അങ്ങനെയാണ് ഇവർക്ക് രണ്ടുപേർക്കും തമ്മിൽ അതെ, അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനത്തെ ഒരു ടാസ്ക് എഴുതിയിട്ടുണ്ട്, അപ്പൊ ഓൾറെഡി അത് ഉണ്ട്. അപ്പൊ ആ കാര്യം ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം കിട്ടാതെ അവളെ തലയിൽ പോവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ശ്രീ എന്നുള്ളത് ഞാൻ ചൂസ് ചെയ്യാണ്ടിരുന്നത്. അത് തന്നെയാണ് guys ഞാൻ മുതലെടുത്തതും. 2 തവണയും ഡെഡായി ഷാമി കഴിവ് തെളിയിച്ചിരിക്കുന്നു. പക്ഷേ ഇതില് ജയിച്ചത്, ഈ ഗെയിമിൽ ജയിച്ചത് ഇമ്പോസ്റ്റർ ആണ് guys. അതെ. ഫസ്റ്റ് ടൈം കില്ലർ ജയിച്ചിരിക്കുന്നു. Next round. അങ്ങനെ നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കുകയാണ് ഗൈസ്. അപ്പൊ സെക്കൻഡ് റൗണ്ടിൽ ആരൊക്കെ എന്തൊക്കെ നോക്കാം. കണ്ണടച്ചിട്ടേ ആരുടെയോ കയ്യിൽ നിന്ന് ഞാൻ വിജി കൊടുത്തത്. ബാക്കിയുടെ ഞാൻ മാറി, ഞാനും മാറി. ഞാൻ കാണിക്കട്ടെ. ഓക്കെ, എല്ലാരും അങ്ങോട്ടേക്ക് തിരിഞ്ഞേ. ഞാൻ ഇതാണ് ഗൈസ്. ഞാൻ ഇതാണ് ഗൈസ്. ഞാൻ ഇതാണ് ഗൈസ്. ഞാൻ ഇതാണ് ഗൈസ്. അപ്പൊ നമ്മൾ എല്ലാരും എന്താണെന്നുള്ള കാണിച്ച് ഇനി അടുത്ത് നമുക്ക് വർക്ക് എടുക്കാം. ഞാൻ കാണിക്കട്ടെ. ഞാൻ കാണിക്കാം. എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതാണ്. എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതാണ് ഗൈസ്. എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതാണ് ഗൈസ്. എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതാണ് ഗൈസ്. കുറച്ച് കഠിനമാണ്. ഇനി നമുക്ക് ഓരോരുത്തർ ടാസ്കുകളായിട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്.
യെസ് ഡെഡ് ബോഡി ഫൗണ്ട് ചെയ്തിരിക്കുന്നു. ഡെഡ് ബോഡി ഫൗണ്ട് ചെയ്തിരിക്കുന്നു. അതെ, ഇത് വളരെ ബുദ്ധിപരമായിട്ട് നീങ്ങേണ്ട ഒരു റൗണ്ടാണ്. അതെ, ഇത് വളരെ ടാസ്ക് ആണ് ഗൈസ്. പോസ്റ്റ് ഇതാ വരുന്നു. അതെ, കാഴ്ച വെച്ച ഒരാളായിരുന്നു. അതെ, ഇപ്പോൾ ഇത്തവണ ഈ റൗണ്ടിൽ കൊല്ലപ്പെട്ടേണ്ടി വന്നു. തോളലിന് പറ്റി. അങ്ങനെ നമ്മൾ മീറ്റിംഗ് കൂടിയിരിക്കുകയാണ്. ഇതിലൊരു ഇമ്പോസ്റ്ററെ നമ്മളിപ്പോ കണ്ടുപിടിക്കണം. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഒരു ഇമ്പോസ്റ്ററിനെ കണ്ടുപിടിക്കാൻ വന്ന് നിൽക്കുന്നത്. ഓക്കെ, എനിക്ക് സംശയം ഉണ്ടായിരുന്നത് ഇതില് എല്ലാരും എനിക്ക് സത്യം പറഞ്ഞ സംശയമായിരുന്നു. അതെ, എനിക്കും. അപ്പൊ ഇപ്പൊ ഇതിൽ എനിക്ക് സംശയമുള്ളത് അഞ്ജീനെയാണ് കേട്ടോ. ഓക്കെ, എനിക്ക് സംശയമുള്ളത് ശ്രീനാണ്. എനിക്ക് സംശയമുള്ളത് ശ്രീനാണ്. കാര്യം സല്ലുവിന്റെ റൂമിൽ തന്നെയായിരുന്നു ഫുൾ ടൈം ശ്രീ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ശ്രീ ഒരു ടാസ്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല. അൺഫോർച്ചുനേറ്റ്ലി ഞാനൊരു വിറ്റ്നസും കൂടിയാണ്. അപ്പൊ അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇയാൾക്ക് വോട്ട് ചെയ്തത്. ഓക്കെ, ഇനി എന്റെ നിരപരാധിത്വം സത്യാവസ്ഥയും തെളിയിക്കാൻ വേണ്ടിട്ട് കാക്കറിയോ ആരെ കൊന്നത്? എല്ലാം പെട്ടെന്നായിരുന്നു. എന്നെ കൊന്നതിൽ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. കാരണം എന്നെ കൊന്നപ്പോ തന്നെ ഞാൻ കൂടെ കിടന്നു. താങ്കളുടെ കൊലയാളി ഞാനാണ്. ഡൗട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ബ്രില്യന്റ് ആയിട്ട് ചെയ്തു. പക്ഷെ ഞാൻ നേരിൽ കണ്ടിരുന്നു. ഞാൻ കൊന്നു. അഞ്ച് ശരിക്കും ഒരു ടാസ്ക് ചെയ്യുന്ന അതേപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തു. ചെയ്യാത്ത പോലെ എനിക്ക് ഉറപ്പ് എനിക്ക് സല്ലുവിന്റെ റൂം ക്ലീൻ ആക്കാൻ ഞാൻ അവിടെ ഓരോ സാധനം പുറത്തെടുത്ത് കൊണ്ട് വെച്ചോണ്ടിരിക്കല്ലേ. ഞാനാണ് ആ ടാസ്ക് എഴുതിയത്. പിന്നെ ഈ സ്വിച്ച് ബോർഡ് തുടയ്ക്കുന്നവരെ എഴുതിയ ഷാമിയാന്ന് തോന്നുന്നു. അല്ല, ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ശ്രീന്റെ കളി കണ്ടു കഴിഞ്ഞാൽ അവളെന്നെ ഇമ്പോസ്റ്റ് എപ്പോഴും ഭയങ്കര ഞാനേ ചാവുള്ളൂ. കാരണം എനിക്ക് കിട്ടിയ ടാസ്ക് ഒരു ബുക്കില് 5 പേജ് വായിക്കുക, അതും പീസ്ഫുൾ ആയിട്ട്. അതോട് സമാധാനപരമായി ഇരുന്നു. അപ്പൊ എനിക്കറിയാൻ ആരോ ഒന്ന് കൊല്ലും നിൽക്കും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മളിത് അടുത്ത റൗണ്ടിലേക്കുള്ള ലോട്ട് എടുത്തോണ്ടിരിക്കുകയാണ്. ഞാനും കണ്ണടച്ച എല്ലാരും കണ്ടു. എനിക്ക് കിട്ടിയത് ഇതാണ്. എനിക്ക് കിട്ടിയത് ഇതാണ്. എനിക്ക് കിട്ടിയത് ഇതാണ് ഗൈസ്. എനിക്ക് കിട്ടിയത് ഇതാണ്. ഞാനൊരു ടാസ്ക് എടുത്തു. ഇത് ഞാനും എടുത്തു. ഇതാണ് ഗൈസ് എന്റെ ടാസ്ക്. ഇതാണ് ഗൈസ് എനിക്ക് കിട്ടിയ ടാസ്ക്. ഇതാണ് എനിക്ക് കിട്ടിയ ടാസ്ക്. ഇതാണ് എനിക്ക് കിട്ടിയ ടാസ്ക്. ഓക്കെ, ഇനി നമുക്ക് ഓരോരുത്തരുടെ ടാസ്കിലേക്ക് കടക്കാം. അതെ,
ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് ഫ്ലോർ ലാബ് ക്ലീൻ ചെയ്യാൻ, അത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഇനി നമുക്ക് ഇമ്പോസ്റ്റർ ആരാന്നൊന്ന് ചെറുതായിട്ട് നിരീക്ഷിക്കാം. ഓ മൈ ഗോഡ്, ഡെഡ് ബോഡി ഫൗണ്ട്. ഗയ്സ്, ഡെഡ് ബോഡി കിട്ടി ഗയ്സ്. 5 ഡെഡ് ആയി. എല്ലാവരും സംശയത്തിന് നേരിടുകയാണ് ഗൈസ്. ഡെഡ് ബോഡി ഫൗണ്ട്. ആരാണ് ഇതിൽ ഇമ്പോസ്റ്റർ? ഞാനാണോ? സല്ലു ആണോ? ശ്രീ ആണോ? ഗൈസ്, ഒരു ഡെഡ് ബോഡി ഫൗണ്ട് ചെയ്തിരിക്കുകയാണ്. നടക്കുന്നുണ്ട്. അപ്പൊ ഇതില് കൂടുതൽ വോട്ട് ചെയ്യുന്നത് ആരാണോ അവരായിരിക്കും ഇമ്പോസ്റ്റർ എന്നാണ് തോന്നുന്നത്. എന്റെ ഒരു അഭിപ്രായത്തില് ഷാമിയാണ്. എന്റെ അഭിപ്രായത്തില് കാരണം ഷാമി എന്റെ മുറിയിൽ കുറെ നേരം കറങ്ങി കളിക്കുന്നുണ്ടായിരുന്നു. പോരാത്തതിന് 5ന്റെ പിന്നാലെ ഓടുന്നുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. എന്റെ അഭിപ്രായത്തില് എനിക്ക് തോന്നുന്നത് ഷാമിയാണെന്നാണ്. കാരണം എനിക്ക് ഒരു കള്ളലക്ഷണം ആ മുഖത്തുനിന്ന് കൊണ്ട് വായിച്ചെടുക്കാം. എനിക്ക് ഇമ്പോസ്റ്റർ എന്ന് തോന്നുന്നത് ഇവർ രണ്ടുപേരും എന്റെ സംശയത്തിന്റെ നിഴലിലാണ്. കാരണം സത്യാവസ്ഥ ഇവിടെ ഡെഡ് ആയിട്ടുള്ള ആൾക്ക് അറിയാവുന്നതാണ്. എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അതെ, എനിക്ക് തോന്നുന്നത് കാക്കാണ് ഇമ്പോസ്റ്റർ എന്നാണ്. കാരണം എന്റെ കൂടെ മുകളില് ഉണ്ടായിരുന്നത് കാക്കേനു. അപ്പൊ ഞാൻ ഒന്ന് മാറി, ഞാൻ ഒറ്റയ്ക്ക് നിന്നപ്പോഴാണ് അഞ്ചിയുടെ ആ അലർച്ച ഞാൻ കേട്ടത്. ഞാൻ അലറിട്ടല്ല വെച്ചത്, അലറാതെ വെച്ചു. അപ്പൊ 2 വോട്ട് ഷാമിക്കാണ് കിട്ടിയിരിക്കുന്നത്, 1 വോട്ട് സല്ലൂനാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ എന്റെ നിരപരാധിത്വം ഞാൻ തെളിയിക്കാമല്ലോ. ഓക്കെ, എന്റെ നിരപരാധിത്വം ഞാൻ ആദ്യം തെളിയിക്കാം. ഞാൻ ക്രൂമേറ്റ് ആണ്. ഞാനാണ് ഗൈസ് ഇമ്പോസ്റ്റർ. ഞാൻ പറഞ്ഞില്ലേ ഇമ്പോസ്റ്റർ ആണെന്ന്, ഞാൻ പറഞ്ഞില്ലേ. ഞാൻ എനിക്ക് തന്ന ടാസ്ക് ചെയ്യാൻ പോയ സമയത്ത് ഒരു അറ്റാക്ക് ആയിരുന്നു, പെട്ടെന്നായിരുന്നു. എനിക്ക് ഞാൻ തൽക്ഷണം തന്നെ മരിച്ചു. അല്ല, എനിക്ക് എന്താ ഡൗട്ട് തോന്നുന്ന കാരണം ഇന്നെ കൊല്ലാക്കാക്ക് ഒരുപാട് ചാൻസ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഈ ടേപ്പ് ആക്കണ്ടേ. ടേപ്പ് ഇങ്ങനെ ആക്കുന്ന കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവല്ലോ ഇമ്പോസ്റ്റർ ആരാ. പിന്നെ അവിടെ മുകളിൽ കാക്ക മാത്രം ഉള്ളായിരുന്നു. എനിക്ക് കിട്ടിയിട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ ഇവിടെ താഴെ കിച്ചണില് ബ്ലാക്ക് ടീ ഉണ്ടാക്കിട്ട് എല്ലാവർക്കും കൊണ്ട് കൊടുക്കാം. അത് ഉണ്ടാവണ്ടേ? അത് സംഭവം എന്ന് വെച്ചാൽ ഷാമി മുകളിലെത്തിയ സമയത്തേക്ക് ഷാമിനെ കില്ല് ചെയ്യാൻ പറ്റില്ല, കാരണം അവർ രണ്ടാളും താഴത്താണ്. അപ്പൊ 5 കൂടി വന്നതിന് ശേഷം എനിക്ക് തീർക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത് അതെ, മനസ്സിലായത്. 5 വന്നതിന് ശേഷം എനിക്ക് 5നെ തീർക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ടേപ്പ് ഒന്നാമത് ജീൻസ് ആണ്, ടൈറ്റ് ജീൻസ്. ഷാമിനെ തീർക്കാനുള്ള അവസരം ഉണ്ട്. 5 അവിടെ ലൈറ്റ് ഓഫ് ആക്കി ഓൺ ആക്കി കളിക്കുന്ന സമയത്ത് ഷാമി താഴോട്ട് പോയി. ആ സമയത്ത് എനിക്ക് തീർക്കായിരുന്നു, കാരണം ഷാമി പിന്നെ മുകളിലോട്ട് വരുമ്പോ എനിക്ക് ഡൗട്ട് ആവും. പിന്നെ ഞാനായിട്ട് ചെന്ന് കയറി കൊടുത്ത പോലത്തെ ഒരു അവസ്ഥയായി. അല്ല, എനിക്ക് എല്ലാ സ്വിച്ചുകളും താഴെ നിന്നുള്ളതും എല്ലാ ലൈറ്റിന്റെ 10 പ്രാവശ്യം ഓണാക്കി ചായ വെക്കാൻ ഞാനത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പൊട്ടിച്ച സമയത്താണ് 5 റൂമിലോട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ പിടിച്ചിട്ട് ബെഡ്ഷീറ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ പിടിച്ച് എന്നിട്ടും പോയിട്ട് ബെഡിന്റെ തലയണ കവർ ഇതാക്കിയത് അത് ഞാൻ അഭിനയിച്ചതല്ലേ. എന്താ കിട്ടിയ ടാസ്ക് എന്തായിരുന്നു? ടാസ്ക് ഇവിടെ ഡൈനിങ് ഏരിയയിൽ തിരിഞ്ഞു കളിക്കാനുള്ളത്, ടാസ്ക് ക്ലീൻ ചെയ്യാനുള്ളത്. ഞാൻ ബെഡ്ഷീറ്റ് ഒക്കെ ബെഡൊക്കെ ക്ലിയർ ആക്കുന്ന പോലെ ഞാൻ അഭിനയിച്ചത്. അത് വളരെ ബുദ്ധിപരമായിരുന്നു, കണ്ടുപിടിച്ചില്ല. അപ്പൊ കില്ലറാണ് ഇതിൽ ജയിച്ചിരിക്കുന്നത്. അത് വളരെ ബുദ്ധിപരമായ ഒരു നീക്കമായിരുന്നു. അങ്ങനെ നമ്മുടെ എംഎംഗ് എസ് ഇവിടെ തീർന്നിരിക്കുകയാണ്. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക, അത് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തർ ഇങ്ങനെ ക്യാമറ എടുത്ത് പോകുമ്പോ നല്ല ഫസ്റ്റ് റൗണ്ടാ. കാരണം നല്ല രസം. ഇവൻ അവിടെ കിടന്ന് മെഴുകുതിരി ഇവള് പോൾക്കാടോട്ട് ടാസ്കുകൾ നല്ല കിട്ടിയതിലാണ്. ടാസ്കുകൾ നല്ല കിട്ടിയ അതിലാണ്. നല്ല അടിപൊളി ഗെയിം
സമയം വരുന്നു guys. എല്ലാരും ഇമ്പോസ്റ്റർ ആയോ? ഇല്ലയോ, ഞാനായില്ലോ. ഞാൻ 2 തവണ ഇമ്പോസ്റ്റർ ആയി. ഒരു പ്രാവശ്യം ഞാൻ ജയിച്ചു, ഒരു പ്രാവശ്യം ഞാൻ തോറ്റുപോയി. തുടക്കത്തില് ഞാൻ പറഞ്ഞല്ലോ ഇത് പൊളിക്കാനുള്ള ഒരു മെനക്കളായിരുന്നു ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. പക്ഷെ എന്തായാലും 2 തവണ ഞാനാണ് ഇമ്പോസ്റ്റർ ആവാനുള്ള ചാൻസ്. ഞാൻ ഫുള്ള് ക്രൂമേറ്റ് ചെയ്തത്. ഞാൻ ഒരു തവണ ഇമ്പോസ്റ്റർ ആയി. ആ ഇമ്പോസ്റ്റർ ആയിട്ട് തന്നെ ഞാൻ ജയിക്കുകയും ചെയ്തു. ബാക്കിയുള്ള തവണയൊക്കെ ഞാൻ ക്രൂമേറ്റ് ചെയ്തു, ഞാൻ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു ഡെഡ് ഇല്ല. ഞാനൊരു ഡെഡ് ഇല്ല. സല്ലു ഡെഡ്, 5 ഡെഡ്. ഞാൻ ഡെഡ് ആവത്തില്ല. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും പറയാം. ഞങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിലാണ് പാർട്ട് 2 ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് വരും. അതുവരെ this is ശ്രീലക്ഷ്മി, This is Shavya. This is Sanjita. signing off.